ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു അൽവിൻസ് ഒപ്പീനിയൻ. ആൻഡ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ തന്നെ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന സിനിമയായിരുന്നു എമ്പുരാൻ. ആൻഡ് കുറച്ച് ലേറ്റ് ആയിപ്പോയി ബിക്കോസ് ഞാൻ ഈ സിനിമ കണ്ടത് സാറ്റർഡേ ആയിരുന്നു. പക്ഷേ സാറ്റർഡേ കണ്ടെങ്കിലും ഞാൻ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി, ആണ് പറ്റിപ്പോയത്. ആൻഡ് അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആൻഡ് ഈ സിനിമയെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു പടമാണ്. എനിക്ക് ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഈ പടം പുള്ളിയുടെ കംബാക്ക് ആവണം എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ആൻഡ് ഫോർ മീ ആസ് എ ഫാൻ എനിക്കത് കിട്ടി. പുള്ളിയുടെ നമ്മളെന്താണ് പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത്, അത് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയണം. അതുകൊണ്ട് ഞാൻ അതിന് ടൈം എടുക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജാണ്. ആൻഡ് കിഡിലോസ്കി ഡയറക്ഷൻ. അതായത് പുള്ളി എന്താ പറയുക, പുള്ളി എന്താണ് പ്രശാന്ത് നീലിൻ്റെ അടുത്ത് പോയി പഠിച്ചത്, അത് ഈ സിനിമ നമുക്ക് കാണാൻ പറ്റും. അതായത് പുള്ളി എന്താ പറയുക, ചുമ്മാ പോയിട്ട് വെറുതെ വന്നതല്ല, പുള്ളി പഠിച്ചിട്ട് തന്നെയാണ് വന്നത്. അതെല്ലാം ഇതിനകത്ത് നല്ല രീതി എടുത്തു വച്ചിട്ടുമുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതാണ് സംഭവം. പിന്നെ റിട്ടൺ ബൈ മുരളി ഗോപി. അഗൈൻ നല്ലൊരു റൈറ്റിംഗ് തന്നെയാണ് സിനിമയുടെ. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ നല്ലൊരു റൈറ്റിംഗ്. ആൻഡ് ഇപ്പോൾ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ സംസാരിച്ച് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പറയാം, ഇപ്പം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ്റണി പെരുമ്പോർ, സുഭാസ്കരൻ, ഗോകുലൻ ഗോപാൽ സുഭാസ്കരൻ. പുള്ളി കുറച്ച് പൈസ ഇറക്കിയിട്ടുണ്ട്, എന്നാലും എനിക്ക് ദേഷ്യം വന്നു. ആ തുടക്കം മറ്റേ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന പേര് കാണിച്ചപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യം വന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ സുജിത് വാസുദേവ്. അടിപൊളിയാണ് സുജിത് വാസുദേവിൻ്റെ സിനിമാറ്റോഗ്രാഫി. എസ്പെഷ്യലി എന്താ പറയുക, ഇതിനകത്ത് ആ മറ്റേ കാട്ടിനകത്ത് കയറിയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് വേറെ ലെവൽ സിനിമാറ്റോഗ്രാഫി. അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല എല്ലായിടത്തും നല്ല ഇതിൻ്റെ ഷോട്ട് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടത് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട്സ് ഉള്ള ഒരു സിനിമ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഉള്ള സിനിമ ഇതുവരെ വന്നത് ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ സിനിമയാണ്. പിന്നെ എഡിറ്റഡ് ബൈ അഖിലേഷ് മോഹനൻ. അതും നല്ലൊരു എഡിറ്റിംഗ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത്. കാര്യം പടം ഏകദേശം 3 hours ഉണ്ട്. പക്ഷേ എനിക്ക് 3 hours, കുറേ പേര് പറഞ്ഞു ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 3 hours എന്തോ അത് വലിയ ഫീൽ ചെയ്തില്ല. പേസിങ് ആണെങ്കിലും അത്യാവശ്യം ഒട്ടും ലാഗ് ഇല്ലാണ്ട് തന്നെ പോയിട്ടുണ്ട്. പരമാവധി തന്നെ ലാഗ് ഇല്ലാണ്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് സിനിമ. പിന്നെ മ്യൂസിക് ബൈ ദീപക് ദേവ്. കുറേ പേര് പറഞ്ഞു ഈ പുള്ളി ഏറ്റവും പൃഥ്വിരാജ് കൊളാബറേറ്റ് ചെയ്ത് വലിയൊരു മണ്ടത്തരായി പോയെന്ന്. അതായത് പൊട്ട മ്യൂസിക്കാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ മറ്റേ EDM, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഇലക്ട്രോണിക് ബേസ്ഡ് മ്യൂസിക്കാണ് ഇപ്പോൾ എല്ലാവർക്കും. ഹാർഡ് കോർ മെറ്റൽ, അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത്. ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ നോക്കണമല്ലോ, ഒരു 97% ഓഫ് ദിസ് ഫിലിംസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് പ്യൂർലി ഓർക്കസ്ട്രൽ. പുള്ളി എനിക്ക് സംശയം ടുവേർഡ്സ് ഈ എൻഡ് എങ്ങാണ്ട് പുള്ളി ഒരു EDM പോലത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഹി പുള്ളി ഇറ്റ് ഓഫ് ഓർക്കസ്ട്രൽ. ആൻഡ് അത് പെർഫെക്റ്റ് ആണ്. ഓരോ സീനിനും പുള്ളി കൊടുത്തേക്കുന്ന BGM വാസ് വെരി വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ BGM. നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നാൾ ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ഓർക്കസ്ട്രൽ BGM ഒക്കെ ഒരു സിനിമയ്ക്കകത്ത്, ഒരു മലയാള സിനിമയ്ക്കകത്ത് ഞാൻ കേൾക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് ലാലേട്ടൻ എൻട്രി BGM ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ കടവുളെ പോലെ അതിൻ്റെയൊക്കെ ഒരു മലയാളം ഡബ് വെർഷൻ കിട്ടണം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലാണ്. എനിക്കത് വാസ് ഓക്കെ നല്ലതാണ്. ഞാൻ ഒരിക്കലും വൃത്തികേടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ തമിഴ് തന്നെ വെക്കാമായിരുന്നു. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഇതാണ്. അപ്പോൾ അതാണ്. പിന്നെ കാസ്റ്റ് ഞാൻ പറയുന്നില്ല, കാസ്റ്റ് ഞാൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നെങ്കിലും തീരത്തില്ല. പിന്നെ ആർട്ട് ബൈ മോഹൻദാസ്. പിന്നെ ആർട്ട് നല്ല രീതിയിൽ ചെയ്തു. പ്രൊഡക്ഷൻ ഡിസൈൻ
എസ്പെഷ്യലി മറ്റേ ഇറാഖിലെ ആ സ്ഥലത്തിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല പണിയെടുത്തിട്ടുണ്ട് അവർ. പിന്നെ സ്റ്റണ്ട് ബൈ സ്റ്റണ്ട് സിൽവ പൊളി, നല്ല വീഡിയോ. എനിക്ക് ആ കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു ഒപ്പീനിയൻ എനിക്കുണ്ടായിരുന്നു. അതായത് ചെറിയൊരു ഇതാണ്, മറ്റേ ക്ലൈമാക്സ് ഫൈറ്റ് എന്തോ ഒരുമാതിരി ഫാസ്റ്റ് പേസ് ആയിപ്പോയത് പോലെ എനിക്ക് തോന്നി. അതായത് ഭയങ്കരമായിട്ട് ഓടിച്ചു വിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ സിനിമ എന്താ പറയുക, ഈ സിനിമയുടെ ബഡ്ജറ്റ് വിക്കിപീഡിയ കൊടുത്തേക്കുന്നത് 180 crores എസ്റ്റിമേറ്റഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എന്തായാലും പടം ബോക്സ് ഓഫീസ് നല്ല രീതിയിൽ പോകുന്നു. 150 സംതിങ് crore എങ്ങാണ്ട് അടിച്ചു എന്നൊക്കെയാണ് ഞാൻ ഇന്നലെ ഇൻസ്റ്റൊക്കെ പറഞ്ഞത്. പിന്നെ നല്ല രീതിയിൽ തന്നെ പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺ ഗോയിങ് കോൺട്രവേഴ്സീസ് ഇഷ്യൂസ്. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ചോദ്യമുണ്ട്. ബിക്കോസ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണെന്നാണല്ലോ സിനിമയായിട്ട് കാണാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത്. കാരണം ഇതൊരു സിനിമയായിട്ട് കാണാം. ഇതിനകത്തെ ആ ഒരു ഫസ്റ്റ് 20 മിനിറ്റ് സംഭവം മറ്റേ ആ ഗുജറാത്തിലെ പരിപാടിയൊക്കെ ഓക്കെ, ദേ ഹാവ് ചേഞ്ച്ഡ് ഇറ്റ്, ഓക്കെ. പക്ഷെ അവരത് എന്താ പറയുക, അതൊരു പ്രശ്നമാണ്, അത് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെ തന്നെയാണ് പെടുത്തുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, അത് അവരെ തന്നെയാണ് പെടുത്തുന്നത്. ഈ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ഇതിനിറങ്ങിയിരിക്കുന്ന കുറച്ച് പാർട്ടീസ് ഉണ്ട്, അപ്പോൾ അവരെ തന്നെയാണ് പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ മാറ്റം എന്ന് പറയുമ്പോൾ അവരെ ചെയ്തിട്ടുണ്ടെന്നാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഒരു സിനിമയായിട്ട് ആണെന്ന് മാറ്റി അത് ലെറ്റ് ഇറ്റ് ഗോ. അല്ലാണ്ട് അതും പിടിച്ച് വെറുതെ ഇങ്ങനെ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്തായാലും ഇന്ന് തൊട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു 2 minutes 8 seconds ട്രിംഡ് വേർഷനാണ് സിനിമ വരുന്നത്, തിയേറ്ററിലൊക്കെ കളിക്കാൻ പോകുന്നത്. ഐ ആം ലക്കി ബിക്കോസ് ഞാൻ സാറ്റർഡേ പോയത്, അതുകൊണ്ട് എനിക്ക് ഫുള്ള് കാണാൻ പറ്റി. ആൻഡ് എന്ത് ചെയ്യാൻ നമ്മുടെ പറയാനുള്ള സോറി, ഇതിനകത്തെ നമ്മുടെ അശ്വന്ത് കോക്ക് ബ്രോ പറഞ്ഞത് അയ്യോ എന്തോ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. എൻ്റെ അണ്ണനെ ആളെ അറിഞ്ഞോടി വിട്ടേര് വെറുതെ. ഇപ്പം ഞാൻ പേഴ്സണലി ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ കാണും. ഇത് കുറച്ച് പഴയ ഒരു പടമാണെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്താ പറയുക, ഞാൻ ഏത് പടം സ്പെസിഫിക്കലി പറയുന്നില്ല. നിങ്ങൾ എന്താ പറയുക, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ എല്ലാ പാർട്ടും കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഫ്രം ദ ഫസ്റ്റ് ടിൽ ദ ലാസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലേക്കാണ് ആരാണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ആളെ, അതും അന്നത്തെ ഒരു അത്യാവശ്യം നല്ലൊരു കട്ട ഹീറോ വില്ലൻ ടൈപ്പ് ആയിരുന്നു പുള്ളി. അപ്പോൾ പുള്ളീനെ വെറുതെ ആളെ അറിയാണ്ട് വെറുതെ ഇങ്ങനെ വന്നിട്ട് പറയരുത്. സോ യാ, ആൻഡ് കാസ്റ്റിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, പിന്നെ ഇതിനകത്ത് കുറേ പേര് പ്രശ്നം ഉണ്ടാക്കി ഇത് പൃഥ്വിരാജിൻ്റെ കഥയെന്ന് പറഞ്ഞിട്ട്. അത് സത്യം, പൃഥ്വിരാജിൻ്റെ കഥ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൃഥ്വിരാജിന് കുറച്ചുകൂടി ഡയലോഗ് കൊടുക്കാമായിരുന്നു. ഓക്കെ, എന്താ പറയുക, ഞാൻ വളരെ ആസ് ഫ്രം ദ ഫസ്റ്റ് പാർട്ട് ഇറ്റ് സെൽഫ് ഇതിനകത്തും വളരെ ഡയലോഗ് കുറവായി പോയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ എഴുതി കണ്ടു തീർന്നു. ഇനി പേഴ്സണലി ഞാൻ തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഹൈപ്പിൽ നിൽക്കുവാണ്. അപ്പോൾ സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ തേർഡ് പാർട്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം വാച്ചബിൾ പടം. വേണമെങ്കിൽ മൾട്ടിപ്പിൾ വാച്ചസ് കാണാം, എനിക്ക് കാണാൻ പറ്റും, എനിക്ക് പ്രശ്നമില്ല. ഐ വിൽ സീ. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് until the next video, bye guys.